ഓ ஃபர்ஸ்ட் டைம் டேட்டே மணிக்கு கடத்திருக்காங்க. அது எப்படியா ஒரே நேரத்துல முடிஞ்சது? ഒരേ സമയം மொத்தம் 15 தாசுல இந்த கடத்தப்பட்டிருக்காங்க. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നെക്സ്റ്റ് തുടങ്ങാൻ പോകുന്ന മൂവിയാണ് നമ്മുടെ ക്യാപ്റ്റൻ വിജയകാന്ത് സാറിന്റെ രമണ മൂവി. അത് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, രമണയാണോ രാമണയാണോ എന്താ സംഭവം അറിയില്ല. ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട് രമണ പോലെ ഉണ്ട്, കാരണം ഡബിൾ എ അവസാനമുള്ളത്. മൂവിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മുതൽവൻ മൂവി ചെയ്യുന്ന സമയത്താണ് ഒരുപാട് സജഷൻ ഈ മൂവിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബാക്ക് ടു ബാക്ക് അഗെയിൻ ആ പൊളിറ്റിക്കൽ സംഭവങ്ങൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് നമ്മളത് വേറെ ഒരു മൂവി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ മൂവി 2002 ഇറങ്ങിയിട്ടുള്ള മൂവിയാണ്, അത്രയും നാള് മുന്നെയാണ്. അത് മാത്രമല്ല, വിജയകാന്ത് സാറിന്റെ ഒരു പടം പോലും നമ്മൾ കണ്ടിട്ടില്ല, ഒരവസരം നമുക്ക് കിട്ടിയിട്ടില്ല കാണാനായിട്ട് അദ്ദേഹം. നമുക്കറിയുന്ന ഒരു കാര്യം തന്നെ, ഈ സിനിമയുടെ ഡയറക്ടർ A.R. മുരുകദോസ് സാറാണ്. നമുക്കറിയാം തുപ്പാക്കി, കത്തി സിനിമകൾ നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജോണർ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം ആ ഒരു സ്റ്റൈലിൽ തന്നെയായിരിക്കും ഈ സിനിമ എന്ന് തോന്നുന്നു. ഇളയരാജ സാറാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. ആൻഡ് ഈ സിനിമ ആ സമയത്ത് ക്രിട്ടിക്കലിയും കമേഴ്ഷ്യലിയും നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി, പടം ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. കറപ്ഷനെതിരെയുള്ള ഒരു മൂവിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ടാ തോന്നുന്നു മുതൽവനായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് മാത്രമല്ല, ആ സമയത്ത് ഈ സിനിമ ഹിറ്റ് ആയത് കൂടാണ്ട് തന്നെ പിന്നീട് ഈ സിനിമ കൾട്ട് ആവുകയും ചെയ്തു. ഭയങ്കര കൾട്ട് ക്ലാസിക് ആ ഒരു ലേബിളിൽ ആ ഒരു സമയത്ത് ട്രെൻഡ്, അതായത് പിന്നെയും അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ പറയുക, നമുക്കറിയാം ഇങ്ങനത്തെ ടോപ്പിക്സ് എത്ര കാലം കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ ഫ്രഷ്നെസ് പോവില്ല. അപ്പൊ എന്താണ് ഈ സിനിമയിൽ പറയുന്നത് നമുക്ക് നോക്കണം. കാരണം A.R. മുരുകദോസിന്റെ ഡയറക്ടറിന്റെ മേക്കിങ്ങും അതുപോലെ തന്നെ വിജയകാന്ത് സാറിന്റെ ആക്ടിങ് നമ്മൾ കാണാത്തോണ്ട് തന്നെ നമുക്കും അവർ കാണുന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, കാരണം നിങ്ങൾക്ക് ആ ഒരു ട്രിബ്യൂട്ട് ആയിട്ട് ഡെഫിനറ്റ്ലി ഈ മൂവി ചെയ്യണം. കാരണം ഈവൻ ദോ വേറെ കുറെ അധികം മൂവീസ് സജഷൻ പറഞ്ഞവർ വരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പൊ ഈ മൂവി ചെയ്താൽ മതി എന്നുള്ള സംഭവം. അപ്പൊ എന്തായാലും ആ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ, എഗെയിൻ ആ എനിക്കോട് ഈ ഒരു മൂവി ചെയ്തു തുടങ്ങിയാലേ ആ ഒരു മനസ്സിൽ നിന്ന് ആ ഒരു സംഭവം പോവുള്ളൂ. ഇൻട്രോ സീൻ തന്നെ തുടങ്ങാം. റെഡിയല്ലേ? മഴയാണല്ലോ, നൈറ്റ് ഷോട്ട് ഉണ്ടല്ലോ. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ ഉണ്ടോ എൻട്രി? അല്ലേ? മിക്കി മൗസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു കുട്ടി. അയ്യോ, മരിച്ചെടുക്കോ? ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടീം വർക്ക് എന്തൊക്കെയോ ഹിന്റ് തരുന്നുണ്ടല്ലോ. എന്തോ സീരിയസ് ആയിട്ട് സംഭവം. കോഫി അടിച്ചോണ്ട് ടീം വർക്ക് അതിന് ഭയങ്കര ഫോക്കസ് ചെയ്തു. ഷോട്ട് ആ ബീജിയമിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കല്ലോ. ഓ ഫസ്റ്റ് ടൈം ഡേറ്റേ കാണണം. ഭയങ്കര ഒരു ഇതുണ്ടല്ലോ, സ്ക്രീൻ പ്രസൻസും ഭയങ്കര തീക്ഷ്ണതയും കണ്ണില്. ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്നു. എല്ലാത്തിനും മറ്റേ വരുന്നതിന്റെ ഒരു ഇതല്ലേ, സൗണ്ട് കാര്യങ്ങളൊക്കെ BGMൽ തന്നെയാണല്ലോ ഇതിലും തുടങ്ങുന്നത് ഫസ്റ്റ്.
ഇങ്ങനെയാണോ? யாரு அது இந்த நேரத்துல? சார், கரூர் தாசில்தார் வந்திருக்காரு. அவசரம் உங்களை பார்க்கணுமா? அட இந்த நேரத்துல என்ன அவசரம்? തഹസിൽദാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ വിളിച്ചത് കേട്ടോ. എന്തായിരുന്നത്? അടിച്ച കൊന്നുണ്ട്. ഹലോ. அப்படியா? எப்போ? ஓகே ஓகேம்மா. வேற ஏதாவது 7th பேஜ்ல ஒரு பெட்டி மட்டும் கட்டங்கட்டி போட்டுங்க. டைட்டில் திருச்சி தாசில்தார் மாயம். മായം. മിസ്സിംഗ്. അടുത്ത ഞാനാണ് ഇനി. തഹസിൽദാർ, திருச்சி തഹസിൽദാரும் யாருப்பா? என்ன விஷயம்? சார், நாகர்கோவில் தாசில்தார் உங்களை பார்க்க வந்திருக்காரு. யாரு? குமாரசாமி? ஆமா சார். മറ്റേത് ഇത് പത്രത്തിന്റെയാണ്. മീഡിയയിൽ എവിടത്തേക്ക്? ஹலோ. நான் திருநெல்வேலி ரிப்போர்ட்டர் சண்முக பாண்டியன் பேசுறேன் சார். இங்க விடிய கால 1:30 மணிக்கு யாரோ அடையாளம் தெரியாத 2 பேர் திருநெல்வேலி தாசில்தாரை கடத்திட்டு போயிட்டாங்க சார். കടത്തിട്ട് പോയി. இப்ப திருநெல்வேலி தாசில்தார் இல்லப்பா, திருச்சி தாசில்தார். தூக்க கலத்துல ஏதாவது உணவாது. திருச்சி தாசில்தார் காணாம போன உண்மைதான் சார். ஆனா அதே நேரத்துல திருநெல்வேலி தாசில்தாரை யாரோ கடத்திட்டு போயிட்டாங்க சார். തഹസിൽദാർ என்னது? ஒரே டைம்ல 2 தாசில்தாரை காணுமா? പ്രസിഡന്റ് ആണോ? நீ போய் மாத்திரம் 1 hour ப்ரிப் பண்ணாம நிறுத்த சொல்லு. സംതിങ് വേറെ ഏതോ പ്രശ്നം ഓഫീസർ പോലത്തെ വില്ലേജിലായിട്ട് ബന്ധപ്പെടാണ് ഗവൺമെന്റ് ഓഫീസ്. ഇവിടെ നിന്നാണല്ലോ സെർച്ച് ചെയ്യുന്നത്, പക്ഷെ നടക്കുന്നതൊക്കെ അവിടെയാണ്. അടുത്ത ആള് സുബ്രഹ്മണ്യൻ, ഡെസിഗ്നേഷൻ തഹസിൽദാർ. എല്ലായിടത്തും തഹസിൽദാറിനെ പിടിച്ചോണ്ടാണോ? സീനാണല്ലോ. ആ തഹസിൽദാറാണ് മിസ്സിങ് ഓരോ സ്ഥലത്ത്. ഫസ്റ്റ് സീനിൽ തന്നെ മൊത്തം സീനാണ്. സീനോ സീൻ. 8 தாசில்தார் கடத்தப்பட்டிருக்காங்க. எல்லா ஊர்லயும் சொல்லி வச்ச மாதிரி 1:15 மணிக்கு கடத்திருக்காங்க. அது எப்படியே ஒரே நேரத்துல முடிஞ்சது? ഒരേ സമയം. மொத்தம் 15 தாசில்தார் கடத்தப்பட்டிருக்காங்க. தமிழ்நாடு ஃபுல்லா தகவல் இருக்கு. போவா. തമിഴ്നാട് கடத்தப்பட்டவங்க தவிர மிச்சம் இருக்கிற தாசில்தார்களுக்கு நான் முதல்ல பாதுகாப்பு கொடுத்தாகணும். அப்படின்னா அந்த 15 பேரை அப்படியே விட்டுலாமா? You don't arrest me, okay? அவங்க உயிருக்கு ஏதாவது ஆச்சுன்னா who is responsible? எல்லா செக் போஸ்ட்டுக்கு தகவல் அனுப்பி எல்லா வண்டியும் செக் பண்ண சொல்லுங்க. ബാക്കിയുള്ളവർക്ക് സേഫ്റ്റി എടുക്കാൻ അറിയുമ്പോൾ മറ്റേ അവരും ഇതായാലും പ്രശ്നമല്ലേ, എന്തെങ്കിലും പറ്റിയാലും. സെർച്ചിങ് ആണല്ലോ ഫുള്ള്. 15 പേരില്ലേ മിസ് ചെയ്യുന്നു. ഒരാൾക്കാരെ കൊണ്ടുവരുന്നത് ഭയങ്കര ഈസി ആയിട്ട് കണ്ടായിരുന്നോ? ആരോ രാത്രി വന്നിട്ട് പക്ഷെ ഫസ്റ്റ് തന്നെ ഭയങ്കര കഥയിലോട്ട് പോകുന്ന രീതിയിലാണ്. മ്യൂസിക് ഇളയരാജ. നെക്സ്റ്റ് ഡേ ആയിട്ടാ. അറിയില്ല. 8 മണി. வணக்கம். முக்கிய செய்திகள். தமிழ்நாட்டில் 15 தாசில்தார்கள் ஒரே நேரத்தில் கடத்தல். சிறப்பு காவல் படை அமைக்க முதல்வர் உத்தரவு. மத்திய பாதுகாப்பு அமைச்சர் சென்னை வருகை. தமிழ்நாட்டில் இன்று அதிகாலை 1 மணி அளவில் 15 தாசில்தார்கள் தனித்தனியே கடத்தப்பட்டார்கள். வெவ்வேறு ஊர்களில் ஒரே நேரத்தில் நடைபெற்ற இந்த கடத்தல் சம்பவம் பெரும் பரபரப்பை ஏற்படுத்தி இருக்கிறது. இந்த கடத்தலுக்கான நோக்கம் இன்னும் அறியப்படவில்லை. கடத்தப்பட்ட அதிகாலை 1 மணியிலிருந்து தமிழக காவல்துறை முடுக்கிவிடப்பட்டுள்ளது. எனினும் இந்த சம்பவத்தின் தொடர்பாக இதுவரை எவரும் கைது செய்யப்படவில்லை. மேலும் இதை பற்றி தமிழக கூடுதல் போலீஸ் கமிஷனர் திரு சண்முக பாண்டியன் கூறும்போது, காவல்துறை மிகவும் சிறப்பான முறையில் இயங்கிட்டு இருக்கு. இந்த சம்பவத்துக்கு மூல காரணம் யாருங்கிறத இன்னும் 24 மணி நேரத்தில் கண்டுபிடித்து அவங்களை கைது செய்வோம். இது காவல்துறையினருக்கு விடப்பட்ட சவால். கரூர் தாசில்தார் திரு முரளிதரன் வயது 53, வந்தவாசி தாசில்தார்
39, திண்டுக்கல் தாசில்தார் திரு முருகேசன் வயது 43, ஆத்தூர் தாசில்தார் திரு சுப்பிரமணி வயது 47, நாமகிரிப்பேட்டை தாசில்தார் திரு ஐயா கண்ணு வயது 52, அருப்புக்கோட்டை தாசில்தார் திரு சச்சிதானந்தன் வயது 43. இந்த கடத்தல் சம்பவம் விடியற்காலை 1 மணி அளவில் ஒரே நேரத்தில் நடந்திருப்பதால் இவை அனைத்தும் ஏதாவது ஒரு தீவிரவாத இயக்கத்தின் நீண்டகால திட்டமாக இருக்கும் என்று போலீசார் கருதுகிறார்கள். விளம்பர இடைவெளி பிறகு செய்தி. யாரு? ஓ ദിനചര്യയൊക്കെ കാണിക്കുന്നു. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, മൃഗദോസ്. ഒരു സംഭവങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്കിങ്ങനെ, ഇതാണ് സംഭവം എന്നുള്ളത്. ഇനി ஒன் பை ஒன் 15 தாசில்தாருங்க கடத்தப்பட்ட நேரம் 3 நாளாவது. ஒரு முதல்வரா நீங்க என்ன ஆக்ஷன் எடுத்தீங்க? சிறப்பு காவல் படை அமைக்கப்பட்டிருக்கிறது. இந்த கடத்தலுக்கு இன்னும் எந்த இயக்கமும் பொறுப்பேற்கவில்லை. அவர்கள் கோரிக்கையை கேட்டு பேச்சுவார்த்தை நடத்த அரசு தயாராக இருக்கிறது. നോക്കാം. ഏകദേശം ഇൻട്രോ അല്ലെ കാണിച്ചു കഴിഞ്ഞ പോലെ ഉണ്ട്. പക്ഷെ വിജയൻ സാർ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്ക്രീൻ പ്രസൻസ് വല്ലാണ്ട് തരുന്നുണ്ട്. കണ്ണിലെ ആ സംഭവങ്ങളൊക്കെ വല്ലാണ്ട് കാണുന്നുണ്ട്. കണ്ണില് ഭയങ്കര തീക്ഷ്ണത കേട്ടോ. അതായത് എനിക്കറിയില്ല, എന്റെ ഒരു അറിയില്ല, ഇദ്ദേഹത്തിന്റെ മൂവീസ് എന്റെ ഗ്രാൻഡ് ഫാദർ എവിടെയോ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തില്. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ ഒരു മൂവി കാണാനായിട്ട് എനിക്ക് നമ്മുടെ ആ ഒരു ടൈമിൽ മൂവീസ് അധികം എനിക്ക് തോന്നുന്നു 2002 ഇത് ഇറങ്ങിയത്. പക്ഷെ നമുക്ക് കാണാൻ സാധ്യമില്ല. അതിനുശേഷമായാലും പിന്നീടുള്ള സിനിമകളിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. അധികം സിനിമകൾ നമ്മൾക്ക് അറിയാം, ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് അറിയാം, അദ്ദേഹം നല്ല നല്ല മൂവീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ കേട്ടേക്കുന്നത് വിജയകാന്ത് സാർ അതുപോലെ ചിരഞ്ജീവി സാർ തെലുഗുല് ആ സമയത്ത് ഭയങ്കരമായിട്ട് സ്റ്റാർഡമുള്ള ആൾക്കാരായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എന്റെ അറിവിൽ കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുള്ള സംഭവം ഉണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. ഫസ്റ്റത്തെ സീന് ഭയങ്കര ഇന്റൻസ് കേട്ടോ. അതായത് AR മുരുകദോസിന്റെ ആ ഒരു സ്റ്റൈല് നമുക്ക് അറിയാലോ. ആ ഒരു ഇന്റൻസിറ്റി ഫസ്റ്റ് സീനിൽ തന്നെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാം കാണിച്ചു തന്നു. ഇത്ര പേര് ആ തൂക്കുന്ന സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കാവൽത്തുറ നമ്മൾ എന്തായാലും പിടിച്ചിരിക്കുന്നൊക്കെ മറ്റേ പോലീസുകാരുടെ മറ്റേ വീമ്പിളക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അവിടെ നമ്മളെ മിക്കി മൗസിൽ ചിരിക്കുന്ന ആ സാധനം കാണിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കളിയാക്കിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു സിസ്റ്റത്തിനെതിരെയുള്ള സംഭവം തന്നെയാണ് ഏകദേശം ഫസ്റ്റ് തന്നെ കാണിച്ചത്. സീനിൽ തന്നെ ആ ഒരു ബ്രില്യൻസ്, പ്രത്യേകിച്ച് ഡയറക്ടർ ബ്രില്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ടീം വർക്ക്, ആ ഒരു സാധനം നമുക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചു. എനിക്ക് ഏകദേശം മനസ്സിലാവുന്ന സംബന്ധിച്ചാൽ ഇദ്ദേഹത്തിന്, അതായത് നമ്മുടെ പെർസ്പെക്റ്റീവ് അറിയില്ല, അതായത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആളുകൾ ഉണ്ടായിരിക്കും, ഒരു ടീം, ഇദ്ദേഹം ആയിരിക്കും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് എല്ലാം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഏകദേശം നമ്മളെ ക്യാപ്റ്റൻ തന്നെ, ഈ സിനിമയിലും ക്യാപ്റ്റൻ തന്നെ ആവാം. എന്തായാലും വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീന്. ഇതിനകത്തുള്ള സസ്പെൻസ് ഒന്നും വന്ന് പൊളിക്കണ്ട, വന്ന് ഫസ്റ്റ് തന്നെ പറയരുത് ഇതാണെന്നുള്ളത്. നമുക്ക് നോക്കാം. അടുത്ത സീന് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എന്നെ ഒന്ന് ഊഹിച്ച് പറഞ്ഞു പോവാം അല്ലെ? അതല്ലേ? എന്തായാലും നെക്സ്റ്റ് സീനിൽ നമുക്ക് കാണാതിരിക്കും.